നമുക്കിപ്പം CCTV ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഇന്നിപ്പോൾ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ നിതിൻ രാജിന്റെ മരണം 10-ാം തീയതി നടന്നു ഈ മാസം. അതിനുശേഷം വളരെ നിർണായകമായിട്ടുള്ള 2 കാര്യങ്ങൾ ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ വളരെ വിശദമായിട്ട് തന്നെ അതിനെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ആദ്യം ഞാൻ ആ ദൃശ്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട്. ആദ്യം ഈ ലത എന്ന് പറയുന്ന ടീച്ചർ പ്രിൻസിപ്പളുമായി സംസാരിക്കുന്നു, പരാതി പറയുന്നു, അല്ലെങ്കിൽ ആ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് ആ വിഷ്വൽസിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം നിതിനെ വിളിച്ചു വരുത്തി നിതിനുമായിട്ടും സംസാരിക്കുന്നു. അപ്പം നിതിനുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതെല്ലാം സാധാരണ നിലയ്ക്ക് തന്നെയാണ്. അതിനുശേഷം മൊബൈൽ ആപ്പ് അവരെ കോണ്ടാക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ ടീച്ചറിന്റെ നമ്പർ കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷെ അവരത് സമ്മതിക്കുന്നില്ല. അവർ വീണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് റെഫറൻസ് നമ്പർ മാറ്റാൻ പറ്റില്ല, അത് ടീച്ചറിനെ തന്നെ ഞങ്ങൾ വീണ്ടും വിളിക്കുമെന്നുള്ള രീതിയിലേക്ക് ഭീഷണി കടന്നു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് 3ാമത്തെ കാര്യം. അത് കഴിഞ്ഞ് 4ാമതൊരു കാര്യം കൂടി, ഈ ലത എന്ന് പറയുന്ന ടീച്ചർ പ്രിൻസിപ്പലിന്റെ റൂമിൽ നിന്ന് പോയതിന് ശേഷം അതിനുശേഷം പ്രിൻസിപ്പള് ഈ പറയുന്ന നിതിൻ രാജിനെ അവിടെ കയർത്ത് സംസാരിക്കുന്നു, അല്ലെങ്കിൽ കർക്കശമായ നിലയിൽ കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ടുള്ള ഒരു വിഷ്വൽസ് ആണ് അതിൽ നിന്ന് കാണാൻ സാധിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അതാണ് ആ രീതിയിലാണ്. അപ്പൊ അതിനുശേഷമാണ് ഈ നിതിൻ രാജ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നു. ഇതെല്ലാം തന്നെ ഈ പറഞ്ഞ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പക്ഷെ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തില് ഈ ലത എന്ന് പറയുന്ന ടീച്ചർ അതിനകത്ത് ഉൾപ്പെട്ട് വന്നതിന്റെ പേരിലുള്ള ഒരു മനോവിഷമം സ്വാഭാവികമായിട്ടും ഈ നിതിൻ രാജിനുണ്ടാവാം. കാരണം ആ ടീച്ചറുമായിട്ട് ഈ കുട്ടിക്ക് അടുപ്പമുള്ള ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് അയാളോട് വളരെ സബ് കോർണറിൽ പെരുമാറിയിരുന്ന ഒരു ടീച്ചറാണ് ഈ ലത എന്ന് പറയുന്നത്. അപ്പം അവരെ അത്രമാത്രം അവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് വന്നു. അതിനുശേഷം പ്രിൻസിപ്പള് കയർത്ത് സംസാരിച്ചു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ അങ്ങനെ ആവാം. നമുക്കിപ്പോൾ അതിനെ ഒരു മറ്റൊന്നായി കാണാൻ പറ്റില്ല. കാരണം ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു കോളേജിന്റെ അധികാരി എന്നുള്ള നിലയ്ക്ക് പ്രിൻസിപ്പൾ ചിലപ്പോൾ വഴക്ക് പറഞ്ഞിരിക്കും കുട്ടിയെ. അപ്പൊ അങ്ങനെ ഉള്ള ആ മനോവിഷമവും അതുപോലെ തന്നെ ഈ ലോൺ ആപ്പുകാര് ഇതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ ഭീഷണിപ്പെടുത്തി ബലം പ്രയോഗിക്കുന്ന രീതിയിൽ പണം തിരിച്ചു വാങ്ങിക്കുകയും ആ തവണകൾ തിരിച്ചു വാങ്ങാനായി ശ്രമിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞപ്പം ഈ നിതിൻ രാജിന് മാനസികമായിട്ടുണ്ടായ ഒരു വലിയൊരു ഷോക്കാണത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഏതാനും മിനിറ്റുകൾക്കകം തന്നെ മറ്റേ കോളേജിന്റെ കെട്ടിടത്തിന് മുകളിൽ കയറി അങ്ങനെ ചാടി മരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതേസമയം തന്നെ കുടുംബം ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. കോളേജ് മാനേജ്മെന്റിനെതിരായിട്ടും ചില അധ്യാപകർക്കെതിരായിട്ടും ആരോപണങ്ങൾ വരുന്നുണ്ട്. അതിലൊക്കെ എത്രമാത്രം ഇതിനകത്ത് ഗ്രാവിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതിനെന്തുമാത്രം കഴമ്പുണ്ടെന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം പോലീസിന് നടത്തേണ്ടതായിട്ടുണ്ട്. ഇതിലിപ്പം ഡോക്ടർ രാമും അതുപോലെ തന്നെ ഡോക്ടർ സംഗീതയും മുൻകൂർ ജാമ്യം തലശ്ശേരി സെഷൻസിൽ കൊടുത്തിരിക്കുകയാണ്. അത് 25-ാം തീയതിയിലേക്ക് വെച്ചിരിക്കുകയാണ്. അതായത് ആത്മഹത്യാ പ്രേരണ കുറ്റവും SC/ST ആക്ട് പ്രകാരമുള്ളതാണ് അതിനകത്ത് വരുന്ന വകുപ്പുകൾ. കോടതിയെ സംബന്ധിച്ചിടത്തോളം അത് ഇപ്പം ലോൺ ആപ്പിന്റെ സമ്മർദ്ദവും അതുപോലെ തന്നെ ഇപ്പൊ പ്രിൻസിപ്പൽ ആയിട്ടുണ്ടായ സംസാരം അതിനകത്ത് എത്രമാത്രം ഗൗരവതരമായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളത്, അതൊരു അധ്യാപകനും വിദ്യാർത്ഥിയും എന്നുള്ള ഒരു പ്രിൻസിപ്പളും കുട്ടിയും എന്നുള്ള രീതിയിലേക്ക് അതിനെ കാണാനുള്ള ആ രീതിയിൽ കാണുകയാണെങ്കിൽ അതിനകത്ത് ഒരു ഒഫൻസ് എന്ന് പറയാനുമില്ല. അപ്പൊ ഒരു സഡൻ പ്രൊവോക്കേഷൻ, അത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനുള്ള കാരണം. എന്താണെങ്കിലും ശാസ്ത്രീയമായ അന്വേഷണങ്ങളിൽ കൂടി മാത്രമോ ഇതിന്റെ കൃത്യതയിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുകയുള്ളൂ. യഥാർത്ഥ കാരണം ഇപ്പോഴും വ്യക്തമല്ല. അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആദ്യഘട്ടത്തില് കുടുംബം ആരോപിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പൊ നിലനിൽക്കെ തന്നെ ഈ മരണം സംഭവിക്കാന് പ്രത്യേകിച്ചുമുണ്ടായ കാരണം ഈ പറഞ്ഞ വിഷ്വൽസിൽ കൂടി പുറത്തു വരുന്ന കാര്യങ്ങളാണെന്നാണ് ഇപ്പം പോലീസിന്റെ അന്വേഷണത്തിൽ വെളിവായി വരുന്നത്. എന്താണെങ്കിലും പോലീസ് സജീവമായിട്ട് വളരെ ശക്തമായ അന്വേഷണം നടത്തിയിട്ടാണ് ഇന്നിപ്പം നോയിഡയിൽ പോയി ഋഷികേശ് തിവാരി, പ്രശാന്ത്, പ്രകാശ് എന്ന് പറഞ്ഞ 3 ആളുകളെ അവിടെ നിന്ന് പിടികൂടി കൊണ്ടുവന്നിട്ടുണ്ട് ചക്രകൽ പോലീസ് സ്റ്റേഷനിൽ. അപ്പം അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഇന്ന് വരെ ഉണ്ടാവാത്ത, അല്ലെങ്കിൽ പോലീസിനും അസാധ്യമെന്ന് പലപ്പോഴും തോന്നാവുന്ന കാര്യങ്ങളാണ്. 40ഓളം സ്റ്റാഫുകളെ വെച്ച് സിം ബോക്സുകളാണ് വെച്ചിരിക്കുന്നത്. മൊബൈലിന് പകരമായിട്ട് സിം ബോക്സുകളാണ്. തട്ടിപ്പ് വ്യാപകമായ രീതിയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ തട്ടിപ്പ് നടത്തുന്ന ഒരു സംഘത്തിൽ നിന്നാണ് അവർ ഈ കേരള പോലീസ് പോയി അവിടുന്ന് വളരെ ധൈര്യപൂർവ്വം അവരെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. എന്താണെങ്കിലും ഇതിൽ നമുക്ക് കാത്തിരിക്കാം. കാരണം അന്വേഷണം അതിന്റെ ശരിയായ രീതിയിലൂടെ പോകുന്നുവെന്നാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സംഭവം നടന്ന് 7 ദിവസമായെങ്കിലും
കൃത്യമായ ചാനലിൽ കൂടിയാണ്, അല്ലെങ്കിൽ അന്വേഷണം അതിന്റെ ശരിയായ ദിശയിലാണ് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.